ഹലോ മക്കളെ, ഒരു IIT അല്ലെങ്കിൽ ഒരു NIT സ്വപ്നം കാണുന്ന IIT NITയിൽ നിന്നൊക്കെ പഠിച്ചിറങ്ങി ഒരു എഞ്ചിനീയറിംഗ് പ്രൊഫഷനിലേക്ക് കടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാകാം നിങ്ങൾ. +2 എക്സാം കഴിഞ്ഞിട്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യണോ, ഈ വർഷത്തെ JEE എക്സാം അത്ര നല്ല രീതിയിൽ പോയില്ല, ഇനി ഒരു വർഷം റിപ്പീറ്റ് ചെയ്യണോ എന്നുള്ള ഒരു ഡിലമയിലായിരിക്കും പലരും. ചില ആൾക്കാർ ഒരു വർഷം റിപ്പീറ്റ് ചെയ്തു, പക്ഷേ ചില സിറ്റുവേഷൻസ് കാരണമോ അല്ലെങ്കിൽ നമ്മുടെ പ്രിപ്പറേഷനിൽ ചെറിയ ലാഗുകൾ ഉണ്ടായതുകൊണ്ടോ ഈ വർഷം നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റിയിട്ടില്ല, ഞാനൊരു വർഷം റിപ്പീറ്റ് ചെയ്യണോ എന്നുള്ള ഡൗട്ടിൽ നിൽക്കുന്ന ആൾക്കാരും നിങ്ങളിൽ പലരിലും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങളെടുക്കേണ്ട ആ ഡിസിഷൻ എത്രയും പെട്ടെന്ന് വേണം. ഒരു വർഷം ഞാൻ ഡ്രോപ്പ് ചെയ്ത് JEE 2026 വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഡിസിഷൻ നിങ്ങൾ പെട്ടെന്ന് എടുക്കണം. അങ്ങനെ പെട്ടെന്നൊരു ഡിസിഷൻ എടുക്കണമെന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് ഞാൻ പറയാം. നമ്മുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ എല്ലാ വർഷവും കുട്ടികളിൽ കാണുന്നൊരു കാര്യമാണ്, പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുട്ടികളെല്ലാം ഇവിടെയാണ്, പീക്ക് പെർഫോമൻസിലായിരിക്കും. എല്ലാ ദിവസവും റെഗുലറായിട്ട് ടോപ്പിക്കുകൾ പഠിക്കുക, ക്വസ്റ്റ്യൻസ് ചെയ്യുക, എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ചെയ്യുക, വേറെ ബുക്കുകളിൽ നിന്നെടുത്ത് ചോദ്യങ്ങൾ ചെയ്യുക, ഡൗട്ടുകൾ ചോദിക്കുക. ഭയങ്കര പീക്ക് പെർഫോമൻസിലാണ് നമ്മുടെ ആദ്യത്തെ 1-2 മാസങ്ങൾ പോവുക. കുറച്ച് കഴിയുമ്പോൾ ഗ്രാജുവലി ഈ ഗ്രാഫ് ഇങ്ങനെ താഴേക്ക് വരും. അതായത് നമ്മുടെ പ്രിപ്പറേഷൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് കുറച്ച് കുറഞ്ഞു വരും. ആ ഒരു സ്റ്റേജ് ആകുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ പറയും, നിങ്ങൾ അങ്ങനെ കൺസിസ്റ്റൻസി വിട്ടുപോകരുത്, നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യണം, നിങ്ങൾ ആദ്യമേ കൊടുത്ത എഫിഷ്യൻസി ഇനി നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണമെന്നൊക്കെ പറയും. അങ്ങനെ നമ്മൾ എക്സാമിനോട് ഒരു 2-2.5 മാസത്തോട് അടുക്കുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യും, ഈ താഴെയുള്ള നമ്മുടെ ആൾക്കാരുടെ പെർഫോമൻസ് പറയാൻ പിന്നെയും തിരിച്ചെന്ത് ചെയ്യും, റിക്കവറായി മുകളിലേക്ക് ഒരു പീക്ക് പെർഫോമൻസിലേക്ക് എത്തും. ആ പീക്ക് പെർഫോമൻസിൽ കൂടുതൽ മോക്ക് എക്സാമുകളൊക്കെ എഴുതിയ ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഒറിജിനൽ JEE മെയിൻ phase 1 എക്സാമുകൾ കൊടുക്കുക. ഇനി നിങ്ങളെടുക്കുന്ന ഡിസിഷൻ ഡിലേ ആയി എന്ന് വിചാരിക്കാം. ഈ ഒരു വർഷം റിപ്പീറ്റ് ചെയ്യാൻ എടുക്കുന്ന ഡിസിഷൻ റിപ്പീറ്റ് ചെയ്യണമെന്നുണ്ട്. ആ ഡിസിഷൻ നിങ്ങൾ ഡിലേ ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്കും ഇതേ ഫേസിൽ കൂടെയൊക്കെ കടന്നു പോകേണ്ടി വരും. അപ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ടിങ്ങിൽ ഉഷാറായിരുന്നു, പക്ഷേ ഗ്രാജുവലി അതെന്ത് ചെയ്തു, കുറഞ്ഞു വന്നു. റിക്കവർ ആകാനെടുക്കുന്ന സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് JEE phase 1 എഴുതേണ്ടി വരും. അപ്പോൾ നിങ്ങളുടെ പെർഫോമൻസിനെ അത് അഫക്റ്റ് ചെയ്യും. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് നിരവധി ചാപ്റ്റേഴ്സ് കവർ ചെയ്യാനുണ്ട്. ഈ ചാപ്റ്റേഴ്സൊക്കെ പ്രോപ്പറായിട്ട് തറവായിട്ട് കവർ ചെയ്ത് എക്സാമിന് അപ്പിയർ ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ലൊരു സ്കോർ സെറ്റാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു പ്രിപ്പറേഷന് വേണ്ടിയിട്ട് പിന്നെയും സമയം വേണ്ടി വരും. നിങ്ങൾ ഡിലേ ആണെങ്കിൽ ഇതിനെടുക്കുന്ന സമയവും കൂടും. അത് മാത്രമല്ല, എക്സാം ഹാളിൽ നമ്മുടെ പെർഫോമൻസ് എന്ന് പറയുന്നത് നമ്മുടെ കോൺസെപ്റ്റ് ഡെപ്തിനെ മാത്രം ബേസ് ചെയ്തിട്ടല്ല, നമ്മുടെ സെൽഫ് സ്റ്റഡി ഉണ്ട്, നമ്മൾ എഴുതുന്ന മോക്ക് എക്സാമുകളുണ്ട്. പല ആൾക്കാരും ഈ വർഷം പറഞ്ഞു, സാറേ ഞങ്ങളുടെ പ്രിപ്പറേഷനൊക്കെ നല്ല ഉഷാറായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്, പക്ഷേ ഞങ്ങൾ മോക്ക് എക്സാം ഒന്നും കാര്യമായിട്ട് എഴുതിയില്ല, കോൺസെപ്റ്റൊക്കെ ടോപ്പായിരുന്നു, എല്ലാം നല്ല രീതിയിലാണ് പോയത്, പക്ഷേ കൂടുതൽ മോക്ക് എക്സാമുകൾ എഴുതാത്തതുകൊണ്ട് എക്സാം ഹോളിൽ എത്തിയപ്പോഴത്തേക്കും മൊത്തത്തോടെ പതറിപ്പോയി, എനിക്ക് പ്രോപ്പറായിട്ട് ഞാൻ ഉദ്ദേശിച്ച അത്രയും പെർഫോം ചെയ്യാൻ പറ്റിയില്ല എന്നൊക്കെ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിസിഷൻ ഡിലേ ആക്കുന്നതിനനുസരിച്ച് കൂടുതൽ എക്സാമുകൾ പ്രാക്ടീസ് ചെയ്യാനും നിങ്ങളുടെ പീക്ക് പെർഫോമൻസ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള അവസരമാണ് നഷ്ടപ്പെടുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കൊണ്ട് നമ്മൾ പറയുന്നൊരു കാര്യം, എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഡിസിഷൻ നിങ്ങൾ എടുക്കുക. ഈ ഒരു വർഷം കൊണ്ട് IIT NIT ക്രാക്ക് ചെയ്യാം എന്ന ഒരു ശുഭപ്രതീക്ഷ ഉണ്ട് നിങ്ങൾക്കെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ഡിസിഷൻ എടുക്കാവുന്നതാണ്. Xylem നിങ്ങൾക്ക് വേണ്ടി ഓൺലൈനായും ഓഫ്ലൈനായും ഒരു വർഷത്തെ റിപ്പീറ്റർ പ്രോഗ്രാം ഓഫർ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ റിപ്പീറ്റർ പ്രോഗ്രാമിൻ്റെ ക്ലാസ്സുകൾ ഓൾമോസ്റ്റ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഫണ്ടമെൻ്റൽ ടോപ്പിക്കുകളെല്ലാം കവർ ചെയ്യുന്നതേ ഉള്ളൂ നമ്മൾ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിസിഷൻ എടുക്കാൻ വൈകിട്ടില്ല, ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഡിസിഷൻ നിങ്ങൾ ഉറപ്പാക്കുക. നിങ്ങൾക്ക് ഏറ്റവും ഉചിതമായ ചോയ്സ് ഓൺലൈൻ ആണോ ഓഫ്ലൈൻ ആണോ എന്നുള്ള ഡിസിഷൻ എടുത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഓഫ്ലൈൻ റിപ്പീറ്റർ പ്രോഗ്രാമിലേക്ക് കടന്നു വരാം. ഈ ഒരു വർഷം നമുക്ക് ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യാം. 2026 JEE എക്സാം നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റണം. ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ്. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഡിസിഷൻ എടുക്കുക.